ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കണ്ടോളി. അപ്പം ഞാനൊരു ഫ്രൈ പാൻ നിങ്ങളുടെ അടുപ്പത്ത് വെച്ചിട്ടോ, അത് എണ്ണ ഒഴിച്ച് ചെയ്യും. നമ്മൾ ഒലീവ് ഓയിലില്ല, അത് കുറച്ചങ്ങ് ഒഴിച്ച് കാണ്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിലങ്ങോട്ട് കൊടുത്തേക്ക് കേട്ടോ. എന്നിട്ട് അതങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം വേവ് ഇങ്ങോട്ട് ആവണോട് കൂടെ നമുക്ക് കിഴങ്ങില്ല, ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞ് കാണ്ട് അതും അങ്ങ് അതിലിട്ട് വാട്ടണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചെറുതാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും അതിലാണ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് വാട്ടിയെടുക്കണേ. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിച്ച് പോവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് ഉള്ളിലേക്കും പാകത്തെ ഉപ്പിടുക. മുട്ടയിൽ പിന്നെ നമുക്ക് കുറച്ച് അങ്ങ് ഇടാമല്ലോ. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് അരക്കിട്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിച്ച് പോവുള്ളൂ. അതാവണ സമയം കൂടി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നന്നായി ഇളക്കി കൊടുത്താൽ ടേസ്റ്റ് അങ്ങ് കൂടിക്കോളും ഓംലെറ്റിന്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തേക്ക് കേട്ടോ. 4 മുട്ട എടുത്തിട്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇതും നോക്കുന്നുണ്ട്, ഉള്ളി നമ്മളെ കിഴങ്ങൂല കരിഞ്ഞു പോകണം, അതും നോക്കണം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വന്ന് കണ്ട് ഒന്നും കൂടി ഞാനിത് ബീറ്റ് ചെയ്യാതിരുന്നിട്ട് ഞാൻ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അങ്ങ് പൊന്തി വന്നോളും. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ക്യാമറ പിടിച്ചിക്കാണ്ട് പിന്നെ നമുക്ക് പേടിക്കാനില്ല. അങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങ് തട്ടിക്കൊട്ടുന്നുണ്ട്. അതിക്ക് നമ്മളെ ഉള്ളി വാട്ടിയതും കിഴങ്ങ് വാട്ടിയതും കൂടി നമ്മളെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങിട്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി പതഞ്ഞ് വന്നിട്ടില്ലേ, എല്ലാം പൊന്തി വന്നിക്കത്. ഇനി നമ്മളിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചെടുത്ത് ഇനി അതെല്ലായിടത്തും അങ്ങ് തേച്ചെടുക്കണം, കാരണം അടി പറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒഴിച്ചെടുത്ത് ഇനി നമ്മളത് മൂടി വെക്കണുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് അപ്പുറം മറിച്ചിട്ടതാണിത് കേട്ടോ. ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്ന. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് നമ്മളങ്ങ് ചായ കുടിച്ചിട്ട് കേട്ടോ മക്കളെ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, പക്ഷേ നമ്മൾ ഇടാനാവില്ല ഇത്. അപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് ഇതാണ് ഉണ്ടാക്കുന്നത് വെച്ചപ്പോഴേ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ചും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അത് ഒഴിച്ചതിനോട് കൂടെ ഞങ്ങൾ കുട്ടിയില്ലതുകൊണ്ട് എരിവൊന്നും വേണ്ട എഴുതിയിട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.